ബ്രേക്ക്ഫാസ്റ്റായിട്ട് മോൾക്ക് കൊടുത്തത് നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ. മിഡ് ഡേ സ്നാക്കായിട്ട് നമ്മൾ മോൾക്ക് കൊടുത്തത് ആത്തച്ചക്കയാണ് കേട്ടോ. തൃശ്ശൂരൊക്കെ ഇതിന് ആത്തച്ചക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിതിൻ്റെ കുരു നീക്കിയിട്ട് പൾപ്പ് മാത്രമായിട്ടാണ് മോൾക്ക് കൊടുക്കുന്നത്. പിന്നീട് അവൾക്കൊരു 12 മണിയോട് കൂടി നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും കൂട്ടി കൊടുക്കുക ചെയ്തത്. അവൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫുഡായിട്ടാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് കൊടുക്കാനാണ് ശ്രമിക്കാറ്. ദിവസത്തിൽ ഒരു 4 പ്രാവശ്യമായിട്ട് നമ്മൾ മോൾക്ക് പശുവും പാൽ കൊടുക്കാറുണ്ട്. രാവിലെ എണീക്കുമ്പോൾ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുൻപും, പിന്നെ ഈവനിങ് ടൈമിലും, അതുപോലെ ബെഡ് ടൈമിലും. അവൾ ഉച്ചത്തെ ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റത് ഒരു 3 മണി 3:30 കൂടിയാണ്. അതുകൊണ്ട് ലഞ്ച് കുറച്ച് വൈകിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ലഞ്ചായിട്ട് കൊടുത്തത് നേന്ത്രപ്പഴം ആണ്. നേന്ത്രപ്പഴം നെയ്യൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ കൊടുത്തത്. നേന്ത്രപ്പഴത്തോട് അവൾക്ക് അത്ര കണ്ട് താല്പര്യമില്ല. അപ്പോൾ ഒരു പകുതി നേന്ത്രപ്പഴമൊക്കെയാണ് മോൾ കഴിച്ചോളൂ. അതുകൊണ്ട് ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 3 കാടമുട്ട പൊരിച്ചിട്ട് അതും കൂടി അവൾക്ക് കൊടുത്തു. ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ കൊടുത്തത് ഉള്ളിവടയാണ്. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ രാത്രി നല്ല മത്തിക്കറി കൂട്ടിയിട്ട് അവൾക്ക് കുറച്ച് ചോറും കൊടുത്തു.